വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. മതി. പ്രൈസലോ. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് നമുക്കിവിടെ വായിക്കുവാൻ ഇടവന്നത്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിൽ കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. പ്രൈസലോ. ഇവിടെ 6 ദിവസം കഴിഞ്ഞ് എന്ന ഒരു പദം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്ത് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഇവരെയും കൊണ്ട് തനിച്ച് ആ ഉയർന്ന മലയിൽ പോയി രൂപാന്തരപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടത്? സ്തോത്രം. നമുക്ക് പരിചിതമുള്ള പശ്ചാത്തലമാണ്. യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം ശിഷ്യന്മാരോട് ചോദിക്കുക, ജനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പലരും പല അഭിപ്രായം പറയുന്നു. പത്രോസ് വെളിപ്പാട് പറയുന്നു. അപ്പം ആ പത്രോസിൻ്റെ വെളിപ്പാടിനെ കർത്താവ് അംഗീകരിക്കുന്നു. ജഡരക്തങ്ങളല്ല, സർവശക്തനായ ദൈവമാണ് അത് വെളിപ്പെടുത്തി തന്നത് എന്നൊക്കെ പറയുന്നു. പ്രൈസ്. അതിനുശേഷം അതിൻ്റെ 21-ാമത്തെ വാക്യം 16-21 കാണുവാൻ കഴിയുന്നത്, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രൈസലോ. അപ്പോൾ അന്നു മുതൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം, യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് യേശു കർത്താവ് കൊല്ലപ്പെടുകയും മരണത്തിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ്. അപ്പോൾ യെരുശലേമിൽ എന്തുണ്ടെന്നാണ് യേശു കർത്താവ് പറയുന്നത്? ഒരു വലിയ കഷ്ടതയുണ്ട്. പ്രൈസ്. ഒരു വലിയ പീഡനത്തിൻ്റെ അനുഭവമുണ്ട്. പ്രൈസ്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമുണ്ട്. ആ മരണത്തിന് ശേഷമുള്ള ഉയർപ്പുണ്ട്. ഈ ഒരു വിഷയം ശിഷ്യന്മാരോട് യേശു കർത്താവ് മുൻകൂട്ടി പ്രസ്താവിക്കുവാൻ ഇടവന്നു. ഇതൊരു പ്രാവശ്യമല്ല, പല വട്ടമായിട്ട് യെരുശലേമിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് യേശു കർത്താവ് അവരോട് സംസാരിക്കുക. അത് മാത്രമല്ല, കർത്താവ് പറയുന്നു, ആരെങ്കിലും എൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ചിട്ട് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അത് ആ 24-ാമത്തെ വാക്യത്തിലൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. 25-ലേക്ക് വരുമ്പോൾ, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് രേഖപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഈ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെരുശലേമിൽ സംഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ച് പറയുക, പീഡനങ്ങളെ കുറിച്ച് പറയുക, ക്രൂശ് മരണത്തെ കുറിച്ച് പറയുക, മരണത്തിന് ശേഷമുള്ള ഉയർപ്പിനെ കുറിച്ച് പറയുക. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ ആരെങ്കിലും ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, അവൻ എന്നെ അനുഗമിക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അത്ര
അത്ര സന്തോഷമുള്ള കാര്യമല്ല. കാരണം എന്താണ്? ആമെ കേൾക്കുന്നവരുടെ ആഗ്രഹം എന്താണ്? കർത്താവ് ഈ ഭൂമി രാജ്യം സ്ഥാപിച്ച് ആ രാജ്യത്തിൽ ഞങ്ങൾക്കും മാന്യമായ പദവികൾ ലഭിച്ച് ആമൻ എല്ലാവരെയും ഞങ്ങൾ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സന്തോഷം, ഈ ഒരു ആഗ്രഹം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുമ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, യെരൂശലേമിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു, അവിടെ നമുക്ക് കഷ്ടതകൾ സഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ ആമെ പീഡനങ്ങളുണ്ട്, അവിടെ ക്രൂശുണ്ട്. ആമെ നിങ്ങൾക്കും യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനാകണമെങ്കിൽ നിങ്ങളുടെ തന്നെ തെരിച്ചുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുക, നാളെ തൊട്ട് നമുക്ക് കഷ്ടതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അത് കേൾക്കാൻ ആർക്കും സന്തോഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളെ തൊട്ട് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആർക്കും സന്തോഷമില്ല. ആമേൻ. ഇനി ആരെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കും, ഇത് ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ എത്രമാത്രം ഭാരമാ, എത്രമാത്രം പ്രയാസമാ. ഹല്ലേലൂയ. നാളെ ഒരു പ്രശ്നം വരാൻ പോകുന്നത് നേരത്തെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ നാളെ ആകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്നെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ആർക്കും കേൾക്കാനോ അഭിമുഖീകരിക്കുവാനോ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനും അറിയാം തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന്. ഹല്ലേലൂയ. ഇവരോട് പറഞ്ഞു കഷ്ടതയുണ്ട്, ആമേൻ, പീഡനമുണ്ട്, ക്രൂശുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 6 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് താൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്ന് പറയുന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ 3 പേരെ കൂട്ടിക്കൊണ്ട് തനിച്ച് ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയിട്ട് ഹല്ലേലൂയ അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുമ്പിൽ ആ തേജസ്സിനെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ തേജസ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ ദൈവത്തിന്റെ വചനം അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആമേൻ പ്രൈസ് ദി ലോർഡ്, നാളത്തെ ദിവസങ്ങളിൽ നമുക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്, നമുക്ക് പീഡനങ്ങളുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ കൊണ്ട് കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല. ഹല്ലേലൂയ. അതിനപ്പുറത്ത് കർത്താവ് തന്റെ മഹത്വത്തെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു തേജസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഷ്ടതയുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുമ്പോൾ, അവൻ തകർന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാ, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാ, ആ തേജസ് വെളിപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേ താഴ്വരകളിൽ നമുക്ക് എന്തുണ്ട്? യുദ്ധങ്ങളുണ്ട്. ഹല്ലേലൂയ. താഴ്വരകളിൽ നമുക്ക് പ്രതിസന്ധികളുണ്ട്, താഴ്വരകളിൽ കഷ്ടതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്യുമ്പോൾ കുന്നിന്റെ മുകളിൽ ആമേ മോശ എന്ത് ചെയ്യുക? 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ അഹരോനും ഹൂരും ഓരോ കൈകളെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് താഴ്വരയിലെ യുദ്ധം ഹല്ലേലൂയ യോശുവ ജയിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മുടെ മുമ്പിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അതൊക്കെ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിനപ്പുറത്ത് തേജസ്കരിക്കപ്പെട്ട ഒരുവൻ പ്രൈസ് ദി ലോർഡ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവമക്കള് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറയണം, കഷ്ടതയ്ക്കപ്പുറത്തൊരു മഹത്വം ഞങ്ങൾ കാണും. ഹല്ലേലൂയ. കഷ്ടതയ്ക്കപ്പുറത്തൊരു തേജസ്സിനെ ഞങ്ങൾ വാരി പുണരുവാൻ ഇടവരും. കഷ്ടതയ്ക്കപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഭവിക്കുന്നത് യേശു കർത്താവ് ആരാണ്? ഹല്ലേലൂയ. ഇവരോട് കൂടെ നടന്ന കർത്താവിനെ കുറിച്ച് ഇവർക്കുള്ള അറിവ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചവര് വളരെ കുറവാ. പ്രൈസ് ദി ലോർഡ്. നസ്രേത്തുകാരനായ യേശു, ഹല്ലേലൂയ, മറിയയുടെ യോസഫിന്റെ മകനായ യേശു, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതമൊക്കെ ചെയ്യുന്ന യേശു, ഹല്ലേലൂയ. അതിനപ്പുറത്ത് യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ, അതിനപ്പുറത്ത് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ, ആമേ, സർവശക്തനായ ദൈവം തന്നെ അവിടെ ആമേ തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. 17:2 അവരുടെ വായിച്ചോട്ടെ.
ആ, അടുത്ത വാക്യം. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, അവിടെ ആ രൂപാന്തരപ്പെട്ട സമയത്ത് ആരവിടെ കടന്നു വന്നത്? മോശയും ഏലിയാവും കടന്നു വന്നിട്ട് കർത്താവിനോട് സംസാരിക്കുകയാണ്. ഈ മോശ എന്തിനെയാ പ്രതിനിധാനം ചെയ്യുന്നത്? ന്യായപ്രമാണത്തെ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് എന്തിനാ പ്രതിനിധാനം ചെയ്യുന്നത്? പ്രവാചകന്മാരെ. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ അവരോട് കൂടെ നടന്ന കർത്താവ് ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും അവനെ കുറിച്ച് പറഞ്ഞത് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യേശു ആരാണ്? യേശു ദൈവമാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സാക്ഷ്യം പറയുവാൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രൈസ് ദി ലോർഡ് നമുക്ക് പ്രൈസ് ദി ലോർഡ് മോശയും പ്രവാചകന്മാരും വന്ന് കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെട്ടു ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് രൂപാന്തരപ്പെട്ട് ആ തേജസ്സിന്റെ അനുഭവത്തെ പുണർന്നുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ഞാൻ 3 കുടിലുണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. എവിടെയാ നിൽക്കുന്നത്? ഉയർന്ന മലയുടെ മുകളിൽ. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ടാക്കാം? 3 കുടിലുണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ? ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് യേശുവിന്. യേശുവിൻ എന്ന് പറയുമ്പോൾ ഇവരാരുടെ കൂടിയാ? യേശുവിനോട് കൂടിയാ. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ആ കുടിലിനകത്ത് കയറി താമസിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ ഇവർ ആഗ്രഹിക്കുന്നത്? ഈ 3 കുടിലുണ്ടാക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മുൻകൂട്ടി പറഞ്ഞു, താഴ്വരയിലേക്ക് പോകുക, യെരൂശലേമിലേക്ക് പോകുക. അവിടെ എന്തുണ്ട്? പീഡനമുണ്ട്, കഷ്ടതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കുടിലുണ്ടാക്കി ഈ തേജസ്സിന്റെ നടുവിൽ, ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ അങ്ങനെ ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്? അതല്ലേ സേഫ്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്തു വന്ന് പാട്ടുപാടി പ്രസംഗം കേട്ട് കൈയടിച്ച് ഇരിക്കുന്നത് ഏറ്റവും സേഫ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് പറയുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഒരു യെരൂശലേമിനെ നമ്മൾ അഭിമുഖീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം കാണണമെങ്കിൽ ഒരു ക്രൂശിനെ നമ്മൾ അഭിമുഖീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ സേഫ് ചെയ്യുക നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഒരു പ്രശ്നം എനിക്ക് വരരുത്, ഒരു പ്രതിസന്ധി എനിക്ക് വരരുത്. കൈയടിക്കുന്നത്, പാട്ടുപാടുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഒക്കെ സന്തോഷമാ. പ്രൈസ് ദി ലോർഡ്. അത് സന്തോഷമാ ദൈവമക്കളെ. എന്നാൽ നമ്മളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, കുന്നിന്റെ മുകളിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ തന്നെ താഴ്വരയിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറകൾ താഴ്വരയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ താഴ്വരകളിൽ അവർ പഠനത്തോടുള്ള ബന്ധത്തിങ്കൽ, ജോലിയോടുള്ള ബന്ധത്തിങ്കൽ, രാജ്യങ്ങളുടെ നടുവിൽ അവരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, കുന്നിന്റെ മുകളിൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ദൈവമേ എന്റെ തലമുറയെ കാക്കണമേ, എന്റെ തലമുറയെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ദൈവം ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അനേക ദൈവദാസന്മാര് താഴ്വരയുടെ നടുവിൽ സുവിശേഷവുമായിട്ട് നിൽക്കുകയാ, വചനവുമായി നിൽക്കുകയാ. ഇതിനകത്തളങ്ങളിൽ, കുന്നിന്റെ മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നടുവിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കുന്നുവെങ്കിൽ താഴ്വരയുടെ നടുവിൽ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ആഗ്രഹിച്ച ഒരു കാര്യം, കുടിലൊക്കെ ഉണ്ടാക്കി ഇവിടെ അങ്ങ് താമസിക്കാം, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആമേൻ. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? ആമേൻ. ഹല്ലേലൂയ. യെരൂശലേമിൽ
മലയിലേക്ക് പോകാൻ പോവുകയാ. അവിടെ പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്, ക്രൂശുണ്ട്, മരണമുണ്ട്, ഉയർപ്പുണ്ട്. പ്രൈസലോ, അത് സഹിക്കുവാൻ ഹല്ലേലൂയ ആർക്ക് തയ്യാറാകുന്നു? നിങ്ങൾ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരായി തീരുകയാ? എൻ്റെ ശിഷ്യന്മാരായി തീരുകയാ. പ്രൈസലോ, വളരെ വേഗത്തിൽ ആ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് എലിയാവിന് എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആദ്യഘട്ട ശബ്ദം എന്താണ്? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അടുത്തത്, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രസാദിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഊനമില്ലാത്തൊരു യാഗമൃഗത്തെ യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇതിന് ഊനമില്ലെന്ന് ആമേൻ ഒരു പുരോഹിതൻ എന്ത് ചെയ്യുക? സർട്ടിഫൈ ചെയ്യുക. പ്രൈസലോ, ആ വാക്ക് അവിടെ പ്രസാദിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുക? പ്രസാദിച്ചിരിക്കുക. അടുത്ത വാക്ക്, ഇവന് ചെവി കൊടുപ്പീൻ. പ്രൈസലോ, അപ്പൊ നോക്കുക, അതുവരെ നസ്രേത്തുകാരനായ യേശു ആമൻ ഇവരോട് കൂടെ നടന്ന് ചില അത്ഭുതം അടയാളം ഒക്കെ ചെയ്ത യേശു, ഹല്ലേലൂയ ആമേ, പ്രൈസലോ, ആ യേശു ആരാണെന്ന് ആമൻ ദൈവം വെളിപ്പെടുത്തുകയാ. ആ യേശു ആമൻ എൻ്റെ പ്രിയ പുത്രനാണ്. ആ യേശു ദൈവമാണ്. ആമേ, പ്രൈസലോ, ആ യേശു ഹല്ലേലൂയ ഊനമില്ലാത്തവനാണ്. ഹല്ലേലൂയ, അവന് ചെവി കൊടുക്കുവീൻ എന്നുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് അവിടെ വെളിപ്പെടുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെ ആ ശബ്ദം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. പ്രൈസലോ. അപ്പൊ ഇന്ന് പകൽക്കാലം വചനം വളരെ വ്യക്തമായി സങ്കീർത്തനങ്ങളിലും പാട്ടുകളിലുമൊക്കെ നമ്മളോട് പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു എന്ന വെളിപ്പാട്, ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന വെളിപ്പാട്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു ആരാണ്. പ്രൈസലോ, ആ വെളിപ്പാട് അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ഹല്ലേലൂയ ആ ശിഷ്യന്മാർ എന്ത് ചെയ്യുക? ആമേൻ, ആ തേജസ്സിന്റെ മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിലമ്പാട് വീടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ആർക്കും നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. നിലമ്പാട് വീണ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആഴമായ സമർപ്പണത്തിന്റെ അനുഭവങ്ങൾ അവിടെ വെളിപ്പെടുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ശലോമോൻ ദേവാലയം പണിയുന്നു. ആ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ ഇട വന്നു. പ്രൈസലോ, ആ തേജസ് ഇറങ്ങിയപ്പോ പുരോഹിതനോ ആമേൻ ജനത്തിനോ ആ തേജസ്സിന് മുമ്പിൽ നിൽക്കാൻ പറ്റിയില്ല. അവരെല്ലാം നിലമ്പാട് വീണ് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ തേജസ് നമ്മുടെ മധ്യത്തിങ്കൽ ഇറങ്ങി അധിവസിക്കുന്ന ഇടമാ ആമേൻ ദൈവത്തിന്റെ സഭ. ആമേൻ, ഇന്ന് പകൽക്കാലം ഓരോ കൂടാരങ്ങളിലും ആ തേജസ് ഇറങ്ങി അധിവസിച്ചിരിക്കുന്നുവെങ്കിൽ ആമേൻ, എന്നിൽ അധിവസിക്കുന്ന തേജസ്സിന് മുമ്പാകെ എന്നെ തന്നെ ഒന്ന് സമർപ്പിച്ച്, എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് ആ മഹത്വത്തിന് മുമ്പിൽ ആരാധന അർപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഇടവരുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. റീബാന ശബനഗദരഗജാരശ്രീഹാദന. ആമേൻ, ഈ തേജസ്സിനെ വ്യക്തമായി കാണാത്ത ഹല്ലേലൂയ യെശയ്യാവ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന തേജസ് കണ്ടിട്ട് പറയുക, എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇന്ന് പകൽക്കാലം തേജസ്സിന്റെ നടുവിലിരിക്കുമ്പോ നമ്മുടെ കുറവെന്താണ്, നമ്മുടെ കുറവെന്താണെന്ന്, നമ്മുടെ തെറ്റെന്താണെന്ന്, നമ്മുടെ മലിനത എന്താണെന്ന് ആമേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോ അതിന്റെ നടുവിൽ ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുക, അതിന്റെ നടുവിലേക്ക് ആമേ ദൈവ സാന്നിധ്യം നടുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക, അവിടെ ദൈവത്തിന്റെ വിടുതലുകൾ സംഭവിക്കുകയാ. പ്രൈസലോ, ആമേൻ. ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, ഈ തേജസ് കണ്ട ദൈവത്തിന്റെ മക്കള് ഒരു കാര്യം തിരിച്ചറിയും, എന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല, ഈ പ്രതിസന്ധി കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല, ഈ പ്രതികൂലം കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല, ഈ രോഗം കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല. കാരണം ഇതിനപ്പുറത്തൊരു മഹത്വമുണ്ട്, ഇതിനപ്പുറത്തൊരു മഹത്വമുണ്ട്. ആ മഹത്വത്തിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തുന്ന നല്ലവനായ കർത്താവ് ജീവിക്കുന്നു. അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ, ഹല്ലേലൂയ. കർത്താവ് ചെന്നിട്ട് അവരെ തട്ടി എഴുന്നേൽപ്പിക്കുക, ഭയപ്പെടണമെന്ന് പറയുക. പ്രൈസലോ, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മോശയില്ല, എലിയാവും ഇല്ല. പ്രൈസലോ, ആരെയാ കണ്ടത്?
കർത്താവിനെ കണ്ടു. സ്തോത്രം. ആമേൻ. മോശയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്? യേശു കർത്താവ്. പ്രവാചന പുസ്തകങ്ങളിൽ ആരെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെവലേഷൻ ആരാ? യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? ഹല്ലേലൂയ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെവലേഷൻ വരുമ്പോൾ മറ്റെല്ലാം മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമം ഇല്ലാതായി പോയെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെവലേഷൻ ആരാണ്? യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് കടന്നു വരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശൗലിന് ഈ വെളിപ്പാട് കിട്ടുന്നതിന് മുമ്പ് ശൗല് വിചാരിച്ചത് അധികാരപത്രമൊക്കെ കയ്യിലുണ്ടെങ്കിൽ, വാളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആമേൻ ശൗലിന് ഒരു കാര്യം മനസ്സിലായി, ഈ വാള് കൊണ്ടൊക്കെ പോരാടുന്ന വെറും ജഡികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നു? ഈ നാവ് കൊണ്ടും ജഡം കൊണ്ടും ഒക്കെ പോരാടുന്ന വെറും ജഡികമാണ് ദൈവമക്കളെ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയ ദൈവമക്കള് ലഭിക്കുന്ന ആയുസ് ക്രിസ്തുവിനെ ഉയർത്തുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ ആരാധിക്കുക ഇടവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വാളുകൊണ്ട് വെട്ടാം. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ അധികാരപത്രമുണ്ട്, അധികാരമൊക്കെ ഉണ്ട്, ഞാൻ വലിയൊരാള്. പ്രൈസ് ദി ലോർഡ്. ഇല്ല. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് അകത്തളങ്ങളിലേക്ക് കയറുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആയുധമല്ല എനിക്ക് വിഷയം, മറിച്ച് എനിക്ക് വേണ്ടി ക്രൂശി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ് എനിക്ക് വിഷയം. ആ കർത്താവിന്റെ സാന്നിധ്യമാണ് എനിക്ക് വിഷയം. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ പത്മോസിന്റെ പശ്ചാത്തലത്തിൽ കിടക്കുമ്പോൾ യോഹന്നാന് വിധി പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്, ആമേൻ, ഈ പത്മോസിൽ നിന്ന് പുറത്ത് വരത്തില്ലെന്നാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ വിധി കേട്ടവരും കണ്ടവരും പറഞ്ഞു യോഹന്നാന്റെ കാര്യം അവസാനിച്ചെന്നാ. പ്രൈസ് ദി ലോർഡ്. എന്ന പത്മോസിൽ വെളിപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ, ആ വെളിപ്പാട് ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് വിശ്വാസത്തോടെ യോഹന്നാൻ സ്വീകരിച്ചപ്പോ പത്മോസ് കൊണ്ട് യോഹന്നാൻ അവസാനിച്ചില്ല, എഫെസോസിൽ മടങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവം കൊടുത്ത ആയുഷ്, ആമേൻ, ദൈവിക ശുശ്രൂഷ മുന്നോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അകത്തളങ്ങളില് വെളിപ്പാട് കടന്നു വന്ന ദൈവമക്കൾ പറയും, ഈ കഷ്ടതകൾ കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല, ലോകം പറഞ്ഞ വിധിക്കകത്ത് അവസാനിക്കത്തില്ല, ഈ രോഗം കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല, ഈ പ്രതിസന്ധികൾ കൊണ്ട് അവസാനിക്കത്തില്ല. കാരണം എന്താ? എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുന്നവനും വീണ്ടെടുക്കുന്നവനുമാ. അപ്പോൾ തന്നെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കുന്നവനാ, എന്നെ ഹല്ലേലൂയ വിടുവിക്കുന്നവനാ, എന്നെ സംരക്ഷിക്കുന്നവനാ, എന്നോട് ഹൃദയമായി ഇടപെടുന്നവനാ, എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച് എനിക്ക് ആശ്വാസം പകരുന്നവനാ. ഇന്ന് പകൽക്കാലം വെളിപ്പാട് അകത്തളങ്ങളിൽ കയറിയിരിക്കുന്ന ദൈവമക്കള് ഏത് പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷത്തോടെ വാ തുറന്ന് ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഒരു മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ ആലോചന ഹൃദയമായി നമ്മുടെ ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. കർത്താവ് ആരാ ദൈവമക്കളെ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടോ, കർത്താവ് ആരാ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാണെന്നുള്ള ചോദ്യത്തിന് നടുവേ കേട്ട പ്രസംഗത്തിന്റെ ഉത്തരമല്ല പറയേണ്ടത്. കർത്താവ് ആരാണെന്നുള്ള ഉത്തരത്തിന് ആമേൻ വായിച്ച പുസ്തകത്തിനകത്ത് മറുപടി അല്ല വേണ്ടത്. കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് വെളിപ്പെട്ട് കിട്ടിയവനാ. ഹല്ലേലൂയ. എന്താ വെളിപ്പാട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ റീബാന ശംദന രാജസ്യാദന ആമേൻ ന്യായപ്രമാണത്തില് ആമേൻ പ്രവാചക പുസ്തകങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ച് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ മഹിമ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ ഇന്ന് പകൽക്കാലം എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ട് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത അരുമനാഥനായ കർത്താവാണ് എൻ്റെ കർത്താവ്. ആ വെളിപ്പാട് ഇന്ന് അകത്തളങ്ങളിൽ കയറിയിരിക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോട് പറയണം, എന്നെ ചേർക്കുക, എൻ്റെ കർത്താവ് മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രത്യാശ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു നല്ല ഇടയനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂലിക്കാരൊക്കെ ഓടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂലി മേടിക്കുന്നവരൊക്കെ കാണത്തില്ല നമ്മുടെ കൂടെ. പ്രൈസ്. ഞാൻ പറയുന്ന ആശയം മനസ്സിലാകും. പക്ഷെ ജീവൻ കൊടുത്ത ഒരുവനുണ്ട്. സ്തോത്രം.
ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകും? കൂലിക്കാരൊക്കെ ഓടും കേട്ടോ, ഹല്ലേലൂയ. എന്നാൽ ജീവൻ തന്ന ഒരുവനുണ്ട്. അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിച്ച് കളയത്തില്ല. അവൻ നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നല്ല ഇടയനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നിന്റെ ഏത് ആവശ്യത്തിനും മറുപടി ആമേൻ എൻ്റെ കർത്താവ് മാത്രമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കിയാട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ആ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ അവർ നിലമ്പാട് വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഉയർന്നു കഴിഞ്ഞപ്പോൾ, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മോശയില്ല, എലിയാവില്ല, അവിടെ യേശുവിനെ മാത്രം അവർ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ വാക്യം തൊട്ട്, അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതോട് വരെ ഈ ദർശനം ആരോടും പറയരുത്. അപ്പോൾ ഈ ദർശനം ആർക്ക് വേണ്ടി കൊടുത്ത? അപ്പോൾ അവരെ ഉറപ്പിക്കാൻ കൊടുത്ത. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം എന്ത് ചെയ്യരുത്? ആരോടും പറയരുത്. ദൈവമക്കളെ എല്ലാ ദർശനവും എല്ലാവരോടും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ചില ദർശനം നമ്മളെ ഉറപ്പിക്കാൻ ദൈവം തരുന്നത്. ഹല്ലേലൂയ. ഇത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ആർക്കാ ദർശനം കാണാൻ പറ്റുന്നത്? ആർക്കാണ് വെളിപ്പാട് കാണാൻ പറ്റുന്നത്? ആർക്കാണ് തേജസ് കാണാൻ പറ്റുന്നത്? കർത്താവിനോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്നവർക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസും യോഹന്നാനും യാക്കോബും കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്ക് വെളിപ്പാട്, ചേർന്നിരിക്കുന്നവർക്ക് തേജസ്, ചേർന്നിരിക്കുന്നവർക്ക് ആ മഹത്വം എന്താണെന്ന് ദർശിക്കുവാൻ കഴിയുന്നത്. ചില ദർശനങ്ങൾ ദൈവം തരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വെളിപ്പാടുകൾ നമുക്ക് തരുമ്പോൾ അത് നമ്മളെ ഉറപ്പിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ആരോടും പറയരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്നു, സകലവും യഥാസ്ഥാനത്താക്കും, സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞ് കൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അവണ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഏലിയാവാണല്ലോ ആദ്യം വരുന്നത്, അങ്ങനെയാണല്ലോ ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ ഏലിയാവ് വന്നു പോയെന്ന് കർത്താവ് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. അതിൻ്റെ അടുത്ത വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, 13-ാമത്തെ വാക്യം. ആമേൻ. അവർ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാര് ഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? ഏലിയാവിന്റെ ആത്മാവോടെ വരുമെന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആമേൻ, ഏലിയാവ് വന്നു പോയി. പ്രൈസ് ദി ലോർഡ്. ആരാ വന്നത്? യോഹന്നാൻ സ്നാപകൻ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? ബോധിച്ച പോലെയൊക്കെ അവനോട് ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യപുത്രനോടും നിങ്ങൾ ചെയ്യാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ക്രൂശിക്കപ്പെടും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കണ്ണുകളടച്ചിട്ട് ഇന്ന് പകൽക്കാലം ഈ ഒരു ആത്മീയ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ. ആമേ, കഷ്ടതയുണ്ട്, യെരുശലേമിൽ കഷ്ടതയുണ്ട്, യെരുശലേമിൽ പീഡനങ്ങളുണ്ട്, യെരുശലേമിൽ ഹല്ലേലൂയ കർത്താവ് ക്രൂശിക്കപ്പെടും, യെരുശലേമിൽ ഹല്ലേലൂയ ആമേ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേ, നിങ്ങൾ വാസ്തവമായി ശിഷ്യന്മാരാകുന്നുവെങ്കിൽ ആ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റിയേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രൂശ് കൊണ്ട് അവസാനിക്കുകയല്ല, അതിനപ്പുറത്തൊരു തേജസ്സുണ്ട്, അതിനപ്പുറത്ത് ആമേൻ ഹല്ലേലൂയ ഒരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല താഴ്വരകളിൽ കഷ്ടതകൾ സഹിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മഹത്വത്തിലേക്ക് നമ്മളെ കരം പിടിച്ചുയർത്തുന്ന, തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കരം പിടിച്ചുയർത്തുന്ന നല്ലവനായൊരു കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റൊരു വെളിപ്പാടുമില്ലേലും നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുക. ഹല്ലേലൂയ. ആരാണ് ക്രിസ്തു? ആരാണ് കർത്താവ്? ആരാണ് എനിക്ക് യേശു? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കർത്താവ് ഇന്ന് പകൽക്കാലം എന്നെ രക്ഷിച്ചു, വീണ്ടെടുത്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടം കൊണ്ട് തീരുന്നില്ല.
ആമേൻ, എനിക്ക് ആവശ്യമുള്ള ആഹാരം ഈ മരുഭൂമി തേടി തരുക. ആമേൻ, എൻ്റെ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, എൻ്റെ പേര് വിളിച്ച് എനിക്ക് മുമ്പായിട്ട് നടന്നുകൊണ്ട് വഴി ഇതാണെന്ന് പറഞ്ഞു തരുവാൻ കഴിയുന്ന ആമേൻ മറ്റൊരു ദൈവമില്ല. അതെന്റെ കർത്താവ്, അതെന്റെ യേശുവാണ്. ഹല്ലേലൂയ. റീബാന ശബനഗദലഗജാരസ്യാദന. ദൈവമക്കളെ, ആലോചന പറഞ്ഞു തന്നിട്ട് ഹല്ലേലൂയ ആമേൻ പല വഴികളിലേക്ക് പോകാതെ ആമേൻ ഏതാണ് സത്യവഴി എന്ന് പറഞ്ഞു തന്ന് ആലോചന പറഞ്ഞു തന്ന് നമ്മളെ നടത്തുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ വഴികളിൽ ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് യുദ്ധങ്ങളില്ല. യുദ്ധം ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. യുദ്ധം എനിക്കുള്ളതാണെന്ന് ദൈവം പറയുന്നെങ്കിൽ ഈ വഴികളിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആത്യന്തികമായി വിജയങ്ങളെ തന്ന് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞ് നമ്മുടെ മുമ്പിൽ വഴി കാണിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി വിളിച്ചു പറയുക. ഒരു പത്മോസ് കൊണ്ട് ഞാൻ അവസാനിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പത്മോസിലും എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന എൻ്റെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു നിൽക്കുന്ന കർത്താവിനെ ഓ റബാന ശബ്ദല രാജ ഇന്ന് പകൽക്കാലം ആത്മാവി ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ആമേൻ, എനിക്കൊരു മർമ്മമറിയ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറ്റവും വലിയ വെളിപ്പാട് എന്താ? ക്രിസ്തു എന്നിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ഈ വെളിപ്പാടില്ലാഞ്ഞത് കൊണ്ട് നമ്മൾ പലയിടത്തും ഓടി നടന്നു വിടുതലിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച്. എന്നാൽ ഇന്ന് പകൽക്കാലം അകത്ത് ഈ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. എൻ്റെ അകത്താണ് ക്രിസ്തു വസിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഈ മൺകൂടാരത്തെ ശുദ്ധീകരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സാന്നിധ്യം എന്നെ തകർക്കത്തില്ല. ആ സാന്നിധ്യം എന്നെ അനുഗ്രഹിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. റീബാന ശംദന രാജസ്യാദന. ഈ വെളിപ്പാട് പ്രാപിക്കാത്ത സമയത്ത് നമ്മൾ പലയിടത്തുമൊക്കെ ഓടി നടന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഓടി നടക്കണ്ട. നമുക്ക് ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാകുന്നു? ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളിലും ആ കർത്താവിന്റെ സാന്നിധ്യം അധിവസിക്കുന്നു. ഹല്ലേലൂയ. ആ ബോധ്യമുണ്ടെങ്കിൽ ആമേൻ വിശുദ്ധിയോടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ ശക്തീകരിക്കുക, നമ്മളെ അനുഗ്രഹിക്കുക. ആ ദൈവം മതിയായവനെന്ന് ദൈവത്തിന്റെ വചന ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ തേടി വിടുതൽ തേടി അനുഗ്രഹം തേടി അവിടെ ഇവിടെയൊക്കെ ഓടുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുന്നു, വിടുതലിന്റെ ദാതാവ് നമ്മുടെ അകത്തളങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിടുതലിനെ തേടി അനുഗ്രഹത്തെ തേടി നന്മ തേടി ആമെ പലയിടത്തോടുമ്പോ ആമെ കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുകയും ഈ വെളിപ്പാട് പ്രാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിലാണ് വസിക്കുന്നത്, നിങ്ങളിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ. റീബാന ശവനഗദരഗജാലസ്യാദര. ആമെ ഞായറാഴ്ച കഴിഞ്ഞ് ഈ ഹോൾ അടച്ചിടും, വെള്ളിയാഴ്ച വരെ അടച്ചിടും. പ്രൈസ് ദി ലോർഡ്. ഈ ഹോളിനകത്തല്ല ദൈവ സാന്നിധ്യം. ആമെ ദൈവ സാന്നിധ്യം ആമെ എന്നെയും നിങ്ങളുടെയും ജീവിതത്തിനകത്താണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എവിടെയൊക്കെ നമ്മൾ പോയാലും ദൈവ സാന്നിധ്യം നമ്മളുടെ കൂടെ ചലിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നാളുകളിൽ നാൽക്കെട്ടുകളോ ദേവാലയങ്ങളോ ആമേൻ ബിൽഡിങ്ങുകളോ ഒന്നും കണ്ടെന്നു വരത്തില്ല. എന്നാൽ ഒരു കാര്യം പരിശുദ്ധാത്മ പറയുന്നു, വെളിപ്പാട് പ്രാപിച്ചവൻ അന്നും ദൈവവൈതല. സ്തോത്രം. കാരണം അവൻ്റെ അകത്തളങ്ങൾ ഒരു ബോധ്യമുണ്ട്. ആമേൻ. ബിൽഡിങ്ങുകളിലും എൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം വസിക്കുന്നു. സ്തോത്രം. ആ ദൈവ സാന്നിധ്യം എന്നെ വസിക്കുന്നെങ്കിൽ ആ സാന്നിധ്യത്തിന് മുമ്പിൽ എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചു കൊടുത്താൽ എൻ്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഓ റീവാന ശബനഗദലക ഛാദികാരക ശംദലരാജസ്യാദ. ഞാൻ ഈ മൈക്കിനകത്തൂടെ പറഞ്ഞാലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും കേൾക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് എത്ര അകലത്തിലാ. സ്തോത്രം. അതിനകലം വെക്കാൻ നമുക്കറിയത്തില്ല. സ്തോത്രം. കാരണം അവൻ വസിക്കുന്ന എൻ്റെ ഹൃദയത്തിനകത്താ. സ്തോത്രം. ജീബാല ശബനഗദര ചാരസ്.
ആമേൻ. എൻ്റെ കാലൊന്ന് വേദന എടുക്കുന്നു, എന്നെ ഒന്ന് തിരുമ്പി തരണമെന്ന് ഐസുവിനകത്ത് കടന്ന് ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ, ഓടി വരാൻ എൻ്റെ ഭാര്യയ്ക്കോ ആമേൻ എൻ്റെ ഭർത്താവിനോ മക്കൾക്കോ കഴിയത്തില്ല. പ്രൈസലോ ഹല്ലേലൂയ. കാരണം അവിടെ ചില റെസ്ട്രിക്ഷൻ ഉണ്ട്, ചില സമയത്തൊന്ന് വിളിച്ച് കാണിക്കത്തേ ഉള്ളൂ. പ്രൈസലോ. എന്നാൽ അപ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ വെളിപ്പാട്, ആമേൻ രോഗക്കിടക്കയിലായി പോയാലും ആരും എന്നെ കണ്ടില്ലേലും ആശ്വസിപ്പിച്ചില്ലേലും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന, എൻ്റെ മുറിവിനെ കെട്ടുന്ന, എൻ്റെ വേദനകളെ ഒപ്പിയെടുക്കുന്ന, എൻ്റെ ജീവിതത്തിന്റെ വേദനകളിൽ എനിക്ക് സൗഖ്യം നൽകുന്ന ഒരു നല്ലവനായി കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റൈബാന ശേഖേനിയാദര നമ്മുടെ ശരീരത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ ഡോക്ടർമാർക്ക് കഴിയുമെന്നാൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായ മുറിവുകളെ കെട്ടുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോ ആ മുറിവുകളെയും ഹല്ലേലൂയ എണ്ണ പൂശി പരിഹരിക്കുവാൻ കഴിയുന്ന ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിൽ അധിവസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. ഈ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ ഒന്നും കൂടെ വിളിച്ചു പറയട്ടെ, ഈ വാളും വടിയൊക്കെ നമുക്ക് താഴെ വെക്കാം. ഹല്ലേലൂയ. അധികാരപത്രങ്ങളൊക്കെ താഴെ വെക്കാം. ഹല്ലേലൂയ. എന്നിട്ട് വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കള്, ക്രിസ്തു സ്നേഹമാണ്, ആമേൻ ദൈവ സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും ആ സ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവോടെ മനസ്സ് തുറന്ന് നമുക്ക് സ്നേഹിക്കാം, മനസ്സ് തുറന്ന് ഒരുവനെ അനുഗ്രഹിക്കാം, മനസ്സ് തുറന്ന് ഒരുവന് വേണ്ടി നിൽക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇനി വന്ന എന്തൊക്കെ മാറ്റം ഉണ്ടാകും. ആമേൻ. ആ മാറ്റങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.